ഹലോ ഇതാര് ആര് പൃഥ്വിരാജ അണ്ണാ ഒരു മാസം സ്റ്റീഫൻ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നതാണ് പോലീസിനുണ്ട് സാറേ സ്റ്റീഫന്റെ തന്തല്ല സ്റ്റീഫന്റെ നിന്റെ തന്തല്ല സ്റ്റീഫന്റെ ഇങ്ങനല്ല എന്തൊക്കെ ഇവിടത്തെ ഓരോരുത്തന്മാരുടെ വർത്താനം പോലീസിന്റെ അടുത്തൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് നീ സ്റ്റീഫന്റെ നീ ആദ്യമേ പറഞ്ഞ ഡയലോഗേ തെറ്റ് പിന്നെ അത് കൊണ്ട് വന്നിട്ട് പിന്നെ സ്റ്റീഫന്റെ ഇത് പറഞ്ഞ ആര് പട്ടി വരെ അറിയൂല പോറങ്ങിയൊക്കെ ധ്രുവ ഏത് ധ്രുവ സാറിന്റെ മോനെ ഏത് സാറ് ഈ വൈറ്റ് ഹെയർ തലയിൽ കെട്ടിയിട്ട് കിടക്കുന്നില്ലേ പുള്ളിയുടെ മോനാണെന്നാണ് ഈ സാധനം ആവശ്യപ്പെടുന്നത്. എനിക്കറിയില്ല സാറാന്ന് വിളിക്കുന്നത് പോലീസിനല്ലേ? അല്ലല്ല ഈ പുള്ളി പോലീസിന്റെ മോനാണോ? ആ ഭരചന്ദ്രൻ സാറിന്റെ ആണത്. എടുത്തോ ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ വെച്ചോ ഭരചന്ദ്രൻ സാറിന്റെ മോനാണോ ഇത്? വെറുതെ ആവശ്യം ഉണ്ടായിരുന്ന ഞാനെ വിളിച്ചോണ്ട് വരേണ്ട ഇത് എവിടെ നിന്ന് കിട്ടി? ദൈവമേ അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടായ പോരാടല്ലേ. കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ എളുപ്പമായി. ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയിപ്പോ ഒരാളെ ഉള്ളു ഇത് ചെയ്യാനായിട്ട് ഈ സാധനം പറയാൻ. മസൂദിന്റെ റോള് ചെയ്യാൻ ഒരാളുണ്ട്. ആളെ പക്ഷെ ഇങ്ങ് വരണം. ബൈജാൻ വരണം. പിത്തൽജി സെറ്റ് ആയിരിക്കും ഇവിടെ. മസൂദ് കുഞ്ഞമ്മക്കൊക്കെ വിളിക്കുന്ന മോഹൻലാൽ എന്തേലും പറയുമ്പോഴത്തേക്ക് കുഞ്ഞമ്മ എടുത്ത് പറയണ ലൂസി പറയത്തൊക്കെ വിളിക്കും കേട്ടാ സ്റ്റീഫ. നിന്റെ കുഞ്ഞമ്മ എടുത്ത് പറയണ സ്റ്റീഫ. എന്തൊക്കെ കേക്കണോ അല്ലേ? എന്തൊക്കെ അവതാരങ്ങളാണ് ഇപ്പൊ സീൻ എന്താണ്? സിറ്റിയിൽ ലിംഗം കുറവാണ്. തിരുവനന്തപുരം കൊതുക് സമരം ചെയ്ത് ഞാൻ നേരെ പെട്രോൾ എന്തിനു കുറവാണ്? ലിംഗം കുറവാണ്. ലിംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഉദ്ദേശിച്ചത്? അവന്റെ ലിംഗം. ഓ ഇൻകം അല്ല ലിംഗാണ്. ലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാനം അവൻ ഇല്ലാത്തതിന് അവൻ സമരം ചെയ്തിട്ട് എന്തൊരു കാര്യം? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ബാക്കിയുള്ള അടുത്ത് പറയാതെ പറയണേ എനിക്ക് സാമാനം നീളല്ല, നിങ്ങൾക്ക് കൂടുതൽ കൂടിപ്പോയി ഞാൻ എന്തിനാണ് പറയുന്ന പോലെ ആയിപ്പോയില്ലേ അത്. എനിക്ക് മനസ്സിലായി ഇവൻ നീയൊക്കെ എന്തൊരു മൂഞ്ചലാണ്ടാ. നോക്കിയാണ് ചുണ്ടിൽ ലിപ്സ്റ്റിക് തേച്ച് തീവച്ചാരെന്ന് പറഞ്ഞ നടക്കുന്നത്. നീ ഒന്ന് ഇത് നോക്കിയാണ് FPP ഇട്ട് നോക്കിയാണ്. എടാ ചുണ്ടിലാരെങ്കിലും പട്ടി അടിച്ചാ മയിലേ പകരം ചുണ്ടില്ലേ പറയാൻ. അച്ചായനെ പറയുന്നത് മുച്ചിരി നിന്റെ അച്ചായനെ അച്ഛനെയും പറയുന്നത്. അച്ഛനെ പറയരുതേ, അച്ഛന് തന്തയില്ല. എന്തൊക്കെയാണ് പറയുന്നത്? അച്ഛന് തന്തയില്ല പറയാൻ പഠിപ്പിച്ചില്ലെന്നെ. കേട്ടോ ഇനിയിപ്പോ കേട്ടോ? ഇല്ലണ്ട കുറച്ചു മുമ്പേ അവര് പറഞ്ഞോണ്ടിരുന്നത് സ്റ്റീഫന്റെ തന്ത ഞാനതാണ് ഇവനാണ് പറഞ്ഞത്. അത് മാറ്റി പറയിപ്പിച്ചാണ്. അത് കൊള്ളാം. അതാണ് ഇപ്പൊ നിനക്ക് ഒരു ദിവസം എത്ര തന്ത നിന്റെ തന്തയുടെ പേര് ഇവിടെ ഒരു സമരം നടത്തേണ്ടി വരും. ആ അവസ്ഥ നമുക്ക് പീഡിപ്പാണ്. എന്തിനു ഇൻകം ഇല്ലെന്ന് പറഞ്ഞാൽ പീഡി പോയി സമരം ചെയ്യുമ്പോഴാണോ? അവൻ ഇൻകം ഇല്ലെന്ന് തിരുവനന്തപുരം കൊതുകിന്. അവരുടെ തിരുവനന്തപുരം കൊതുകോടെ അവൻ പോയി. അവൻ സിറ്റിയില്ല. അവരുവേണ്ടി നമ്മൾ സമരം ചെയ്തല്ലേ? സരകണ്ണ ആ വണ്ടി ഇതല്ല, വണ്ടി നമുക്ക് വേറെ സെപ്പറേറ്റ്. ഓ അറിയാം സ്റ്റീഫൻ ചാന്റെ വണ്ടിയല്ലേ നീ എടുക്കത്തുള്ളൂ. ഇനിയിപ്പോ വണ്ടി അതായിരിക്കുമല്ലോ വരുന്ന കണക്ക് പ്രകാരം അതും അങ്ങനെ വരുള്ളൂല്ലോ.
ബാക്ക് നോക്കിയാണ് വണ്ടിയുടെ കണ്ട് കൊള്ളാം സൂപ്പർ. സമരം ഓൾറെഡി ഉണ്ടെന്ന് തോന്നല്ലോ. ഞാൻ മാത്രമോട് എന്റെ സമയത്തിന് മിസ്റ്റർ എക്സ് ഒക്കെ ഒന്ന് സമരത്തിൽ പങ്കെടുക്കാം. ഇതായിരുന്നു മിസ്റ്റർ എക്സിന്റെ കോൺഫിഡൻസ് ആണ്. നിങ്ങൾ ഇറങ്ങല്ലേ എന്ത് നടക്കുന്നു? ഇവൻ കയറി അകത്ത് പോയിട്ട് നമ്മൾ ഇറങ്ങല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ്? അത് പേടിക്കുന്നില്ല. ഹലോ ഉച്ചിരി നിന്റെ തന്തല്ലടാ സ്റ്റീഫന്റെ തന്ത. ആരില്ലല്ലോ കഷ്ടപ്പെട്ടാണ് ബോക്സ് അടച്ചത്. പട്ടി വേറെ ആരും വൈദ്യുതി ചെയ്തില്ല. ഇതൊരു വല്ല വെച്ചൊക്കെ ഇറങ്ങി ഞാൻ വേറെ ബാച്ചാ ചേട്ടാ. ഞാൻ ഇതുവഴി ഇപ്പുറത്തോട്ട് അതായിരിക്കും. വലിയ കേസായിട്ടോ സാറേ പെട്ടെന്ന്. ആളെ കിട്ടിയ ഹലോ സാറേ പറയൂ. സാറെ തന്തൊക്കെ വിളിച്ച കേസ് സാറിന്റെ തന്തയല്ല സ്റ്റീഫന്റെ തന്താന്ന് അതാണ് പറഞ്ഞത്. സാറേ പോലീസ് സ്റ്റേഷനിൽ പറയാൻ സാറേ സ്റ്റീഫൻ ആരും വരും സാറേ. ഹലോ ബുദ്ധിമുട്ടായോ? സാറേ സ്റ്റീഫൻ വെച്ച പാട്ടാ, നമ്മൾ വെച്ച പാട്ടല്ല. സാറേ ഞാനവിടെ സാറേ പാട്ട് വെച്ചെന്ന് സാറ് പറഞ്ഞേ. സാറേ സ്റ്റീഫൻ ഈ പണി ചെയ്യില്ല, നീയും ചെയ്യില്ല. സ്റ്റീഫൻ തന്തയില്ലാത്തവനാണ്. സാറേ സാറേ ഇവിടത്തെ ഒരു സമരം നടന്നായിരുന്നു സാറേ, അതിനെതിരെ സംസാരിക്കാമെന്ന. സാറേ അപ്പൊ അല്ല നല്ല 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 കഴിയല്ലേ? സ്റ്റീഫൻ ചായം കയറി. എല്ലാരും അവിടെ നിൽക്കണം പ്ലീസ് അണ്ണ, എല്ലാരും അവിടെ നിൽക്കണം അണ്ണ, എല്ലാരും ബീജം ഒന്നുകൂടി ഇടാണ. ലാലേട്ട വന്നോ? സ്റ്റീഫൻ ചായന് വേണ്ടിട്ട് സ്റ്റീഫൻ ചാൻ എന്ന് പറഞ്ഞ നടക്കോട്ടെ ഇവിടെ. സാറേ ഹലോ സാറേ ഡയലോഗ് അടിക്കണമെങ്കിൽ പാട്ട് വേണം സാറേ. സ്റ്റീഫൻ ഈ പണി ചെയ്യില്ല. സാറേ ഒരു മീറ്റിംഗ് നടക്കുക സാറേ, ഇമ്പോർട്ടന്റ് മീറ്റിംഗ് നടക്കുക. സാറേ എന്ത് മീറ്റിംഗ് സാറേ? ഇവിടെ തിരുവനന്തപുരം കൊതുകിന്റെ കുറച്ചിട്ടുള്ള മീറ്റിംഗ് ആണോ സാറിന് ചെയ്യേണ്ടത്? സാറേ അവന്റെ ലിംഗം ചെറുതാണ്, അതിനു വേണ്ടിട്ടാണ് നമ്മൾ പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. സ്റ്റീഫന്റെ പിള്ളേരെ മറ്റേ ഡയലോഗ് സാറേ പാട്ടൊന്നും നിർത്തിട്ട് സെയ്ദ് മസൂദ് ഇന്റർവ്യൂ നമുക്കൊന്ന് പുറത്തോട്ട് എന്നാ വെളിയിൽ സംസാരിക്കടാ. വാടാ വാടാ, നമുക്ക് അകത്താണേലും വെളിയിലാണേലും പ്രശ്നമില്ലടാ. വാടാ പാട്ട് വെട്ടിവിടാൻ എടുത്തു പാട്ട് വെട്ടിയൊക്കെ എടുത്തോ? പാട്ട് വെട്ടി ആ പച്ചമുടിയുടെ പാട്ട് വെട്ടി. എന്തൊക്കെ പ്രശ്നങ്ങളാണ് സ്റ്റീഫൻ ഇരിക്കൂല സാറേ. ഇരിക്കാത്ത മുണ്ടല്ലേ ചന്ദിന് മണ്ണാവും. സാറേ സ്റ്റീഫൻ ഇരിക്കാൻ ഒരു കസേര. സാറേ ഓഫീസിൽ കേടുപാട് കൂടാത്ത കസേര ആരുടെയെന്നറിയാവോ? അത് ഭരിക്കുന്നവരുടെ കസേരയാണ് സാറേ. ആണല്ലോ സാറേ. സ്റ്റീഫൻ ഭരിക്കുന്നവരാണ് സാറേ. ആണോ സാറേ? കസേര സാർ ഇത്രയൊക്കെ ചോദിച്ചാൽ സാറിന് കസേര ഇട്ട് തരാനാ കാലി അടിക്കും സാർ. ഇവിടെ എല്ലാവരും പണിയെടുക്കുന്നത് സാറേ.
പിന്നെ ഞാൻ നല്ല പഴക്കമുണ്ട് അതിനനുസരിച്ച്. ഞാൻ എന്താടാ ബെഞ്ച് നല്ല ഉറപ്പുള്ള സാർ. അടിച്ച് പൈസ ഉണ്ടാക്കുന്നതാണോ ഇല്ലാത്തൊന്ന് ഇതാരാണ്? ഞാൻ സ്റ്റീഫൻ പാരിപ്പള്ളി. സ്റ്റീഫൻ പാരിപ്പള്ളിയാ? പരമ്പള്ളി സ്റ്റീഫൻ പരമ്പള്ളി പാരിപ്പള്ളി ഇതൊക്കെ എന്ത് രൂപമാണ് ഇതൊക്കെ കണ്ണാ? പിന്നെ പിന്നെന്ത് മോഹൻലാൽ പിന്നെ എങ്ങനെ ചെയ്യും? സ്റ്റീഫൻ കണ്ണാറോളിയാ? അനിയന് ചേട്ടൻ കൂടി ഇറങ്ങിയിരിക്കുകയാണ്. എടാ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊക്കെ നല്ല എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചുകൂടാ? ഇങ്ങനെ കണ്ണാപ്പി എന്തിനാണ് ഇപ്പൊ ഒരു പോലീസുകാരെ ഉപദ്രവിക്കുന്നത്? ഏത് ഇത്? മുച്ചിരി പൃഥ്വിരാജാണ്. പൃഥ്വിയാണ് പൃഥ്വിരാജ്. എടാ പൊന്ന് കണ്ണാപ്പി അവര് പാട്ട് വെക്കില്ലെന്ന് പറയുന്നത് കേൾക്കുന്നില്ലടാ. മൺഡേ മീറ്റിംഗ് എപ്പടി പോവും? സാറേ മേളിലെ മീറ്റിംഗ് ആരുടെ മീറ്റിംഗ് ആണ് എന്ന് പറയൂ. സാറേ കുറച്ച് സമരത്തിന്റെ ഒക്കെ തീർന്നല്ലോ, അപ്പൊ അതിന്റെ എന്തായിരുന്നു ബ്രീഫ് കൊടുക്കും, അങ്ങനെ ചില പ്രശ്നങ്ങളാണ്. സമരം തീർന്നിട്ടില്ല സാറേ, ഇത് യഥാർത്ഥ സമരം തുടങ്ങാൻ പോണതേ ഉള്ളൂ. യഥാർത്ഥ സമരം സ്റ്റീഫൻ തുടങ്ങുന്നേ ഉള്ളു. സാറ് കണ്ടോ ഇവിടെ സിറ്റി മുഴുവൻ ഇവിടെ അടിയും ഒരുക്കും ഇവിടെ പേടിക്ക് മുന്നിൽ. കൊണ്ട് എനിക്ക് ശല്യം ആയല്ലോ, ഒന്നും മിണ്ടാറാ ബീജമില്ല അതിനോണ്ടിത്. സാറേ നാളെ സിറ്റിയിൽ മുഴുവൻ ഇവിടെ സിറ്റി മുഴുവൻ ഇവിടെ പോലീസിന് മുന്നിൽ വന്ന് നിൽക്കും. ഇവിടെ എന്ത് പറ്റി പ്രശ്നം എന്താന്നല്ലേ സാറേ? സിറ്റിയിൽ ഇൻകം ഇല്ല. കേട്ടോ ഇല്ല കണ്ണാപ്പിക്ക് അങ്ങനെ പറയാൻ പോണത്, വേറെ ഒന്നുമില്ല. പക്ഷെ പ്രശ്നമൊന്നുമല്ല സാറേ. സിറ്റിയിലെ ആൾക്കാർക്ക് കിട്ടുന്ന ഇൻകമിനെക്കാളും ചെലവ് വരുന്നുണ്ട്. ഗവൺമെന്റിനെതിരെയാണ് നമ്മളുടെ സമരം. സാറേ അത് തുടങ്ങിയാൽ മാത്രമായിരുന്നു, നമ്മളതിന് സാമ്പിൾ പഠിക്കേണ്ട നടത്തിയാണ്. യഥാർത്ഥ സമരം ഇനിയാണ് വരാൻ പോണത്. റിപ്പയറിന് ഭയങ്കര പൈസ സാർ അവിടെ. എത്ര രൂപയാണ്? 40 അല്ലേ? 40,000 രൂപ. സാറേ ഒരു ക്യാൻ പെട്രോളിന് 3 ലക്ഷം രൂപ സാറേ. വണ്ടി ഫുൾ ടാങ്ക് അടിക്കാൻ 5 ലക്ഷം രൂപ. നമ്മുടെ പ്രശ്നങ്ങളെന്ന് പറയാൻ ഇവിടെ ആർക്കും നേരമില്ല. ഇൻഷുറൻസ് ഇല്ലാത്തോണ്ടല്ലേ 40,000 കൊടുക്കുന്നേ. 1 ലക്ഷം ഇൻഷുറൻസിന് 1 ലക്ഷം രൂപ കൊടുക്കണ്ടേ സാറേ? അതിനെന്നെ ഇല്ല, അതുകൊണ്ടല്ലേ സാറ് കുറച്ച് പൈസ തരും എല്ലാവർക്കും ഇവിടെ ഉള്ള. നമ്മളൊരു 7 പേർക്ക് പൈസ തന്നാൽ നമ്മൾ ഒതുങ്ങി പോവാം. കാശ് കൊടുത്താൽ ബാക്കി സാറേ ഞാൻ വണ്ടിയിൽ റിപ്പയർ ചെയ്യാറില്ല ഇപ്പൊ, അതുകൊണ്ട് ഇപ്പൊ വണ്ടി റിപ്പയർ ചെയ്യാറില്ല. കണ്ടവന്റെ വണ്ടിയിലാണ് പോണത്. കണ്ടവന്റെ വണ്ടി, കുതിര, സൈക്കിൾ ഇതൊക്കെയാണ് പറ്റാ വാഹനം. വേറെ അഴിയില്ല സാറേ, പൈസ വേണ്ടേ? ഈ കാശിനകത്തോട്ട് ഇപ്പൊ അങ്ങനെയൊക്കെയാണ് പോണത്. സമരത്തിന്റെ ഉദ്ദേശം സാറേ നമുക്ക് ഇത്രേ ഉള്ളൂ. നമ്മളെ സമരം നാളെയാണ് സാറേ. ഇത് നമ്മളൊരു അതിന് മുമ്പ് ഒരു മീറ്റിംഗ് ആയിട്ട് ഒന്ന് കാര്യം മര്യാദയ്ക്ക് പറയാവുന്നതാണ് സാറേ. മുന്നറിയിപ്പായിട്ട്. അതെ മുന്നറിയിപ്പാണ് സാറേ ഇത്. സാറേ നമുക്ക് വേണ്ടത്, നമുക്ക് ഇവിടെ വരുമാനത്തിനെത്ത ചെലവുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ഗവൺമെന്റ് നമ്മളുടെ സിസ്റ്റം വെക്കേണ്ടത്. ഈ കുണ്ണാനെ വിളിച്ചോണ്ട് പോ, ഇവന്റെ ഈ സ്റ്റീഫൻ നെടുമള്ളിയുടെ അണ്ടി പറയും എടുത്തോണ്ട് പോകാൻ പറയും. ഇവന്റെ ഇവന്റെ അണ്ടി കുറെ നേരമായിട്ട് ബീജിയം മാത്രം 1/2 മണിക്കൂറായിട്ട് ഇടുന്നു, ഒരു മൈനും പറയത്തുമില്ല. ഒരു വർഷമല്ലേ ഇത്? മലയാളം മുസ്ലിമിന്റെ അടുത്ത് സൈത്താൻ. അതന്നെ ക്രിസ്ത്യന്റെ അടുത്ത് ഒറ്റപ്പേര് ലൂസിഫർ.
അത്രേ ഉള്ളൂ സംഭവം അത്രേ ഉള്ളൂ. അതിന്റെ ഡയലോഗ് ഇതാണ്, ഡയലോഗ് അടിക്കാൻ വരുന്നത് മനസ്സിലായി സാറേ. ഇത് ഇച്ചിരി വെറുതെ കാര്യം പറയൂല, ഒരു ബന്ധമില്ലാത്ത കുറച്ച് ഡയലോഗ് പറയും. മറ്റേ സ്റ്റീഫൻ ചാൻ എന്ന് പറഞ്ഞ ഒരു പൊണ്ണ ഇവിടെ നിൽക്കും, അതേ ഉള്ളൂ, വേറെ ഒന്നും നടക്കൂല സാറേ. നമ്മള് സ്റ്റീഫൻ ചാൻ ആണെങ്കിൽ മറ്റേ നട്ടലില്ല, അതുകൊണ്ട് മറ്റേ സയ്യിദ് ബസ് എന്ന് പറഞ്ഞിട്ടൊരു കിടഞ്ഞ അവനെ ബാക്കിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഡയലോഗ് അടിപ്പിക്കാൻ. അവൻ നിന്നിട്ട് ബന്ധമില്ലാതെ മറ്റേ 10 ഡയലോഗ് അടിക്കും. സ്റ്റീഫൻ അങ്ങനെ ഡയലോഗ് അടിക്കൂലല്ലോ സാർ. ഇല്ലില്ല സാറേ. ശരിയാണ് സാർ, സ്റ്റീഫൻ മണ്ടനായിരുന്നു, ശക്തിയില്ലായിരുന്നു. അറിയില്ല എന്താ മുന്നേ അത് ചെയ്തു നോക്കുന്നതായത്. സാറേ ഉള്ള കാര്യം മനസ്സിലായില്ല, ഇപ്പൊ ഇതാ കിട കൊടുത്ത അവസ്ഥ. കറങ്ങിച്ചോട്ടെ സ്റ്റീഫൻ ചാൻ, കറങ്ങിച്ചോട്ടെ. നിനക്കൊന്ന് ചവിട്ടേ, ആ ചവിട്ടി ഇട്ടിട്ട് പറ പിള്ളേരെ തൊടാന്ന് ചോദിച്ചു. ചോദിക്കടാ. പിള്ളേരെ സാറെ പേടിയൊക്കെ ഒതുങ്ങിപ്പോയി. സത്യം.